പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ല് വാഹനാപകടത്തിൽ മരിച്ച 4 പേർക്കും വിട നൽകുകയാണ് ജന്മനാട്. പൂങ്കാവ് സെയിന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലാണ് മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ മത്തായി, ഭാര്യ അനു ബിജു, അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പൂങ്കാവ് സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തുടരുകയാണ്. ശ്രീജിത്ത്, സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് അവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. രാവിലെ മുതൽ നമ്മൾ ഈ കാഴ്ചകളാണ് കാണുന്നത്. ഒരു നാട് മുഴുവൻ കണ്ണീരണിഞ്ഞ് ആ 4 പേർക്കും വിട നൽകുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തവർ തന്നെ അവരുടെ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു എന്ന ഒരു വല്ലാത്ത അവസ്ഥ നാട്ടുകാർക്കുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നമ്മൾ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു, വിവാഹം കഴിഞ്ഞ മാസം 30-നായിരുന്നു. അന്ന് ഇതുപോലെ ഒരു വലിയ ജനാവലി ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. അത് വധൂവരന്മാർക്ക് നിഖിലിനും അനുവിനും ആശംസ നേരാനായിരുന്നു എങ്കിൽ, ആശീർവദിക്കാനായിരുന്നു എങ്കിൽ, ഇന്ന് അതേ വൈദികരും അതുപോലെ തന്നെ നാട്ടുകാരും ഉറ്റവരും ബന്ധുക്കളും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് അവസാനമായി അവർക്ക് വിട ചൊല്ലാനാണ്. വളരെ കണ്ണിരണിയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. രാവിലെ ആദ്യം കൊണ്ടുപോയത് ബിജു ജോർജിന്റെ, അനുവിന്റെ അച്ഛന്റെ മൃതദേഹവും അനുവിന്റെ മൃതദേഹവും നിഖിലിന്റെ മൃതദേഹവും നേരെ കൊണ്ടുപോയത് തൊട്ടടുത്ത വീട്ടിലേക്കാണ്, ബിജു ജോർജിന്റെ വീട്ടിലേക്കാണ്. ബിജു ജോർജിന്റെ വീട്ടിൽ ഒരു അരമണിക്കൂർ നേരം മാത്രമേ ആ മൃതദേഹങ്ങൾ കിടത്തിയുള്ളൂ. അതിനുശേഷം നേരെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. മത്തായി ഈപ്പന്റെ മൃതദേഹം അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി തൊട്ടടുത്ത നിമിഷം തന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. പള്ളിയിലായിരുന്നു പ്രധാനമായും ഒരു നാട് പൂർണ്ണമായി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. പ്രമുഖ മതമേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ ജനപ്രതിനിധികളടക്കം, AU ജനീഷ് കുമാർ MLA അടക്കം, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ അടക്കമുള്ള മുഴുവൻ ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ജനീഷ് കുമാറും റോബിൻ പീറ്ററും ഒക്കെ ഇവിടെ തന്നെ തുടരുന്നുമുണ്ട്. എന്തായാലും വികാര നിർഭരമായി ഈ 4 പേർക്കും വിട ചൊല്ലുകയാണ്. മുറിഞ്ഞകല്ലിൽ വാഹനാപകടം ഇനി ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥനകളോടുകൂടിയാണ് എല്ലാവരും ഈ നാട്ടിൽ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ അപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്ന സമയത്തും ഒരു വാഹനാപകടം കൂടി ആ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അയ്യപ്പ തീർത്ഥാടകന്റെ വാഹനം ലോറിയിൽ ഇടിക്കുകയായിരുന്നു. പരിക്കുണ്ട് എന്നാണ് വിവരം. അതൊക്കെ തന്നെ ഏറ്റവും വേദനാജനകമായ കാര്യം തന്നെയാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാക്കും. വിജയകുമാർ. യെസ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ഈ നിൽക്കുന്ന പല ആളുകളും കഴിഞ്ഞ മാസം അവരുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വധൂവരന്മാരെ ആശീർവദിച്ച് ആശംസകളൊക്കെ നേർന്നു പോയവരാണ്. അവരാണിപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ മുറിഞ്ഞകല്ലിൽ തുടർച്ചയായ 2-ാം ദിവസവും ഈ അപകടത്തിന് ശേഷം ഇന്നലെയും ഒരു അപകടമുണ്ടായി. ഇന്നും അവിടെ ഒരു അപകടമുണ്ടായി, ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പരിശോധനകളുടെയൊക്കെ ഭാഗമായി അടിയന്തരമായ പരിശോധന നടക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മുറിഞ്ഞകല്ല് എന്നുകൂടി ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്.